ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഡിജിറ്റൽ മുന്നേറ്റം പ്രധാന ഘടകമായേക്കും. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടായ നേട്ടം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായതായി വിലയിരുത്തൽ. GDP വളർച്ചയിലൂടെ ഈ വർഷം ഇന്ത്യ 4ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ സ്ഥിരത നിലനിർത്തുന്നുണ്ട്. ഇതിലൂടെ ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പങ്ക് പുനർനിർവചിക്കാനും സാമ്പത്തിക നേതൃത്വത്തിനായി പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാനുമുള്ള അവസരം നൽകുന്നു. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റ, ഐഡന്റിറ്റി, പേയ്മെന്റുകൾ എന്നിവ ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. 2047 $30 ട്രില്യൺ വികസിത് ഭാരത് എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഡിജിറ്റൽ മുന്നേറ്റം പോലുള്ള പ്രധാന ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആഗോള സാമ്പത്തിക നേതൃത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് ഇന്ധനമാകും. തൊഴിൽ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി നൈപുണ്യ വികസനം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ചാന്ദ്രപര്യവേഷണ രംഗത്ത് വമ്പൻ പ്രതീക്ഷകൾ നൽകി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ്. ചന്ദ്രനിലേക്ക് 2 ലാൻഡറുകൾ ഒരുമിച്ച് വിക്ഷേപിച്ചുകൊണ്ടാണ് US കമ്പനിയായ സ്പേസ് എക്സ് ചരിത്രം കുറിച്ചത്. നാസയുടെ കൊമേഴ്സ്യൽ ലൂണാർ പേലോഡ് സർവീസ് പദ്ധതിയുടെ ഭാഗമായുള്ള ബ്ലൂ ഗോസ്റ്റ്, റെസീലിയൻസ് എന്നീ ചാന്ദ്ര പര്യവേക്ഷണ പേടകങ്ങളാണ് സ്പേസ് എക്സ് ഇന്ന് വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കരുത്തുറ്റ ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ലാൻഡറുകളുടെ വിക്ഷേപണം. ഇന്ത്യൻ സമയം രാവിലെ 11:41 ഫാൽക്കൺ 9 കുതിച്ചുയർന്നപ്പോൾ 2 ലാൻഡറുകൾ ഒറ്റ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ആദ്യ ദൗത്യം എന്ന ചരിത്രവും പിറന്നു. വിക്ഷേപണത്തിന് 8 മിനിറ്റുകൾക്ക് ശേഷം ഫാൽക്കൺ 9ന്റെ ബൂസ്റ്റർ ഭാഗം തിരികെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. 10 ശാസ്ത്രീയ ഉപകരണങ്ങളടങ്ങിയ ബ്ലൂ ഗോസ്റ്റ് 45 ദിവസവും റെസീലിയൻസ് 5 മാസവും എടുത്തായിരിക്കും ചന്ദ്രനിൽ ഇറങ്ങുക. ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രനെ തുറന്ന് സാമ്പിൾ എടുക്കുകയും ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ എക്സ്റേ ചിത്രം പകർത്തുകയും ചെയ്യും. അതേസമയം റെസീലിയൻസിലുള്ള റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള വസ്തുക്കൾ ശേഖരിക്കും. ബഹിരാകാശ ഏജൻസികളും സ്വകാര്യ കമ്പനികളും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ് ഇന്നത്തെ വിക്ഷേപണങ്ങൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 4000-ഓളം ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങി പ്രമുഖ അമേരിക്കൻ കമ്പനി മെറ്റ. പകരം പുതിയ ആളുകളെ നിയമിക്കുമെന്നും മോശം പ്രകടനം കാഴ്ചവെക്കുന്നവരായി കണ്ടെത്തിയവർക്കെതിരെയാണ് നടപടിയെന്നും CEO മാർക്ക് സക്കർബർഗ് പറഞ്ഞു. കമ്പനിയുടെ 5% ജീവനക്കാരെയാണ് പുതിയ തീരുമാനം ബാധിക്കുക. മാനേജ്മെന്റിന്റെ പെർഫോമൻസ് പരിധി ഉയർത്തുവാനും താഴ്ന്ന പ്രകടനം കാഴ്ചവെക്കുന്നവരെ വേഗത്തിൽ പുറത്താക്കാനുമാണ് തീരുമാനമെന്ന് മാർക്ക് സക്കർബർഗ് പറഞ്ഞു. കമ്പനിയിൽ ജോലി ചെയ്യുന്നത് പ്രതിഭകളാണെന്നും പുതിയ ആളുകളെ നിയമിക്കാൻ കഴിയുമെന്നത് ഉറപ്പാക്കാനാണ് പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള വെട്ടിച്ചുരുക്കലുകൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 10,000 ജീവനക്കാരെ ഒഴിവാക്കാൻ 2023 മെറ്റ തീരുമാനിച്ചിരുന്നു. 2022-23 കാലത്ത് 21,000 ജീവനക്കാരെ പിരിച്ചുവിട്ടതിനു ശേഷം മെറ്റയുടെ ഏറ്റവും വലിയ പിരിച്ചുവിടൽ നടപടിയാണ് വരാനിരിക്കുന്നത്. തൊഴിൽ നഷ്ടമായ ജീവനക്കാർ ആരൊക്കെയെന്ന് ഫെബ്രുവരി 10 മെറ്റ ഔദ്യോഗികമായി അറിയിക്കും. കഴിഞ്ഞയാഴ്ച മൈക്രോസോഫ്റ്റും സമാനമായ വെട്ടിച്ചുരുക്കലുകൾ പ്രഖ്യാപിച്ചിരുന്നു. നടപടി നേരിടേണ്ടി വരുന്നവർക്ക് ഉദാരമായ ആനുകൂല്യം ലഭിക്കുമെന്നും കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വാട്സാപ്പിൽ കൂടുതൽ ഫീച്ചറുകൾ അവതരിപ്പിച്ച് മെറ്റ. ചാറ്റുകൾ കൂടുതൽ രസകരമാക്കുന്നതിന് പുതിയ ക്യാമറ എഫക്റ്റുകളും സെൽഫി സ്റ്റിക്കറുകളും ക്വിക്കർ റിയാക്ഷനുകളുമാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. വാട്സാപ്പ് ചാറ്റുകൾ കൂടുതൽ രസകരവും അനായാസവുമാക്കുന്നതിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പുത്തൻ അപ്ഡേറ്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് മെറ്റ അധികൃതർ വ്യക്തമാക്കി. പുതിയ ക്യാമറ എഫക്റ്റുകളും സെൽഫി സ്റ്റിക്കറുകളും ഷെയർ എ സ്റ്റിക്കർ പാക്കും ക്വിക്കർ റിയാക്ഷനുകളും ഉൾപ്പെടെയുള്ള ഫീച്ചറുകളാണ് പുതുതായി കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയും ഫോട്ടോയും കൂടുതൽ ആകർഷകമാക്കുന്നതിനായി ഫിൽറ്ററുകളും എഫക്റ്റുകളും ഉൾപ്പെടുത്തിയതിനു പുറമെ 30 പുതിയ ബാക്ക്ഗ്രൗണ്ടുകൾ, സെൽഫി ചിത്രങ്ങൾ സ്റ്റിക്കറുകളാക്കി മാറ്റാവുന്ന ഓപ്ഷൻ, സ്റ്റിക്കർ പാക്കുകൾ, ചാറ്റ് വഴി നേരിട്ട് അയച്ചു കൊടുക്കാനാകുന്ന ഫീച്ചർ, മെസ്സേജിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച റിയാക്ഷനുകൾ സ്ക്രോൾ ചെയ്ത് കാണാനാകുന്ന സംവിധാനം എന്നിവയാണ് വാട്സാപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ സവിശേഷതകൾ. ഇനിയും നിരവധി ഫീച്ചറുകൾ വാട്സാപ്പിലേക്ക് വരുമെന്നും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മെറ്റ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ മോട്ടോറോള കഴിഞ്ഞ വർഷത്തെ മോഡലുകളുടെ തുടർച്ചയായി 2 വേരിയന്റുകൾ കൂടി അവതരിപ്പിച്ചു. മോട്ടോ G 5G, മോട്ടോ G പവർ 5G എന്നിങ്ങനെ 2 പുതിയ സ്മാർട്ട് ഫോണുകളാണ് കമ്പനി അവതരിപ്പിച്ചത്. ഡയമൻസിറ്റി 6300 SoC, 5000 mAh ബാറ്ററി, 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ തുടങ്ങിയ ഫീച്ചറുകൾ ഇരു ഫോണുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ സിം ഉള്ള ഡ്യുവൽ സിം പിന്തുണ, 3.5mm ഓഡിയോ ജാക്ക്,
ഡോൾബി അറ്റ്മോസ് സ്റ്റീരിയോ സ്പീക്കറുകൾ, മൈ UX ഉള്ള ആൻഡ്രോയിഡ് 15 തുടങ്ങിയ ഫീച്ചറുകളും ഇവയിലുണ്ട്. US-ലും കാനഡയിലുമാണ് ഫോൺ ആദ്യമായി അവതരിപ്പിച്ചത്. 6.7 ഇഞ്ച് HD+ LCD സ്ക്രീൻ, 120 Hz റിഫ്രഷ് റേറ്റ്, 20:9 ആസ്പെക്ട് റേഷ്യോ, കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ എന്നിവ മോട്ടോ G5G വാഗ്ദാനം ചെയ്യുമ്പോൾ 120 Hz റിഫ്രഷ് റേറ്റുള്ള 6.0 ഫുൾ HD+ LCD സ്ക്രീൻ, 19.9:9 ആസ്പെക്ട് റേഷ്യോ, കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ എന്നിവയാണ് മോട്ടോ G പവർ 5Gയുടെ പ്രത്യേകതകൾ. ഒക്ടാകോർ മീഡിയാടെക് ഡയമൻസിറ്റി 6306nm പ്രോസസർ കരുത്തുമായാണ് ഇരു ഫോണുകളും എത്തുക. G5Gയിൽ 4GB റാമും G പവർ 5Gയിൽ 8GB റാമും കൂടാതെ 64GB അല്ലെങ്കിൽ 128GB UFS 2.2 സ്റ്റോറേജ്, മൈക്രോ SD വഴി 1TB വരെ സ്റ്റോറേജ് വികസിപ്പിക്കാൻ സൗകര്യവും ഇരു ഫോണുകളും നൽകുന്നു. 17,000 രൂപ മുതലാണ് മോട്ടോ G5Gയുടെ വില. മോട്ടോ G5G പവറിന്റെ വില 26,000 രൂപ മുതൽ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.